കേരളത്തിൽ കടകളിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തപ്പി നടക്കുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളിട്ടാ. ആന്ധ്രാപ്രദേശിലെ ഏത് സ്ഥലത്ത് വന്നു കഴിഞ്ഞാലും വലിയ വലിയ ടൗണുകളുണ്ട്. നമ്മളവിടുത്തെ മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, പിന്നെ എറണാകുളം, തൃശ്ശൂർ ഇങ്ങനെയൊക്കെ പറയുന്ന വലിയ വലിയ ടൗണുകളില്ലേ, അത്രത്തോളം വലിപ്പമില്ലാത്ത ടൗണുകളാണെങ്കിലും അതുപോലത്തെ ടൗണുകളിൽ വന്നിട്ട് ആന്ധ്രാപ്രദേശിലൊക്കെ കച്ചവടം ഇടുകയാണെന്നുണ്ടെങ്കിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും വേണ്ട. പിന്നെ കുറച്ച് ഐഡിയ പറഞ്ഞുതരാം. ഈ വലിയ വലിയ സ്ഥാപനങ്ങളുണ്ടല്ലേ നമ്മളവിടുത്തെ ബ്രാൻഡായിട്ടുള്ള, നമ്മളവിടെ ഉണ്ട് പുറത്തൊക്കെ ഉള്ള ഈ ട്രെൻഡ്സ്, പിന്നെ ജോയ് ആലുക്കാസ്, മലബാർ ഗോൾഡ്, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഉള്ള ടൗണുകളിൽ ഇട്ട് കഴിഞ്ഞാലും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വിജയിക്കും. അത്രത്തോളം ക്രൗഡ് ഇറങ്ങുന്ന സ്ഥലത്തെ ഐറ്റങ്ങളൊക്കെ കടയിടുള്ളൂ. അപ്പോൾ ഈ ബേക്കറി, കൂൾബാർ, റെസ്റ്റോറൻറ്റ് ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാട്ടിലെ കടകളില്ലേ, ചെറിയ കടകൾ, ആ കടകൾ ഇവിടെ കൊടുന്നാൽ തന്നെ ഇവിടെ വലിയ സെറ്റപ്പ് ആയിട്ടുള്ള കടകളായിട്ടാണ് വരിക. അപ്പോൾ മനസ്സിലാക്കിയാൽ മതി എത്രത്തോളം ഇവിടെ അപ്ഡേഷന് വരാനുണ്ട് എന്നുള്ളത്. ഞാൻ ഇന്നാളൊരു വീഡിയോ ഇട്ടിരുന്നു, അനന്തപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷവർമ, ഷവായി ഇങ്ങനെയൊക്കെയുള്ള കടകൾ, അറബി ഫുഡ്, മന്തി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ഇടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് കുറേ എൻക്വയറി കാര്യങ്ങൾ, മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ പറയാനുള്ളത്, അനന്തപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമല്ല, അവിടെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാനതൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പൊതുവെ ആന്ധ്രാപ്രദേശിലെ ഏതൊരു സ്ഥലത്തും അവസരങ്ങൾ ഒരുപാടാണ്. നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇടും, അപ്പുറത്തിടും ഇപ്പുറത്തിടും, ഫുള്ള് ഫുഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള കടകളല്ലേ കൂടുതലും കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഡ്രസ്സ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. പിന്നെ സ്ട്രീറ്റ് കച്ചവടങ്ങളാണ്. സ്ട്രീറ്റ് കച്ചവടങ്ങളിലും ഫുഡ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മളവിടുത്തെ നോർമൽ കടകളിലുള്ള ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡൊക്കെ കീപ്പ് ചെയ്തിട്ട് ഇവിടെ കടകൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല അവസരമാണ്, നല്ല കച്ചവടം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ വന്ന് പഠിച്ച് മനസ്സിലാക്കി ഒരു 2 മാസത്തോളം മിനിമം സ്പെൻഡ് ചെയ്തിട്ട് വേണം കടകളിടാൻ. ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങൾ ചാടി പുറപ്പെട്ടിട്ട് ഇൻ്റെ ഒരു ഇതിൽ കണ്ടിടാൻ പാടില്ല. നിങ്ങൾ വന്ന് വിലയിരുത്തി മനസ്സിലാക്കി പഠിച്ച് ഇടണം. ഞാൻ ഈ ഒരു സാധ്യതകൾ പറഞ്ഞു എന്ന് മാത്രം.